എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധീഷ് ജനു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഭയങ്കര ഇതാണ്. ആടുജീവിതം എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ്. അപ്പോൾ അത് കണ്ടതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഞാൻ ആടുജീവിതം പോയി കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയണത് ഈ ഒരു അഭിനയം മൂലം അത് അടുത്ത് പറയണേ, ദേശീയ അവാർഡ്, നാഷണൽ അവാർഡ്, ഓസ്കാർ അവാർഡ്, കുറേ അവാർഡുകളുടെ പേരാണ് പറയുന്നത്. ഈ ആടുജീവിതം സിനിമയിൽ അഭിനയം കാഴ്ചവെച്ച പൃഥ്വിരാജിന് സാധ്യതകൾ എനിക്ക് തോന്നിയില്ല കേട്ടോ, എനിക്ക് തോന്നിയില്ല. അപ്പോൾ ആടുജീവിതം ഒരു ബുക്കിനെ ബേസ് ഉള്ള കഥയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടൊരു കഥയാണിത്. നമ്മുടെ നാട്ടിലൊക്കെ ഗൾഫിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഇതുപോലെ സത്യം പറഞ്ഞാൽ വീടും പറമ്പൊക്കെ പണയം വെച്ചും അങ്ങനെ ഒരുപാട് ആളുകൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട ആളുകൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പറയുന്നത് കേൾക്കാം, ചിലപ്പോൾ ഒട്ടയത്തെ മേയ്ക്കേണ്ടി വരും, ചിലപ്പോൾ ഒട്ടയത്തെ പാല് ഇറക്കേണ്ടി വരും, ഇതുപോലെ ആടുകളെ നോക്കേണ്ടി വരും, ചിലപ്പോൾ തോട്ടം പണിക്ക് പോകേണ്ടി വരും. അവരെന്താ പറയുന്നത് വെച്ചാൽ ആ പണി നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം നമ്മുടെ അടുത്ത് പറയുക ചിലപ്പോൾ ഓഫീസ് പണിയാവും അല്ലെങ്കിൽ കമ്പനി പണിയോ എന്നൊക്കെ പറയും. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടുപോകുന്ന ആളുകൾ ഇതൊന്നും അല്ല. ഇഷ്ടം പോലെ പ്രവാസികളാണ് പെട്ട് കിടക്കുന്നത്. ഇതിപ്പോ ഒരു കഥ, ഈ ഒരു കഥേനെ ബേസ് ചെയ്തിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. അല്ല, വർഷങ്ങൾ എഫേർട്ട് എടുത്ത് പറയുന്നുണ്ട്, ശരീരത്തിന്റെ ഘടന മാറ്റാൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിരിക്കുന്നു. അല്ലാണ്ട് ഒരു അഭിനയ സാധ്യതകൾ ഇതില് കുറെ മണലിൽ കിടന്ന് കരഞ്ഞ് അതാക്കി ഇതാക്കി കുറെ സ്ഥലത്ത് ലാഗാ പടം. അതൊന്നും ആരും ഒന്നും പറയുന്നില്ല. ഇതൊരു സ്റ്റോറിയാണല്ലോ ആടുജീവിതം. ആ ഒരു ബുക്കിനെ ബേസ് ചെയ്തും കൊണ്ടും പിന്നെ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു കഥയാണ് ആടുജീവിതം, നടന്നൊരു കഥ. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടോ, കാരണം പടത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമല്ലോ. കഥയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും നമ്മൾ മാറ്റങ്ങൾ വരുത്താം. പിന്നെ AR റഹ്മാൻ മ്യൂസിക് ചെയ്തിട്ട് പറഞ്ഞു. AR റഹ്മാൻ്റെ മ്യൂസിക്കിൽ ഒരു വ്യത്യസ്തത എനിക്ക് തോന്നിയില്ല കേട്ടോ. ആളുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഹമ്മിങ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഹമ്മിങ്ങിന് മനസ്സിൽ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും. ആ രീതിയിലുള്ള ഓരോ മ്യൂസിക്കുകളാണ് ആളുടെ. പിന്നെ നല്ല പാട്ടാണ്. ആ പാട്ട് ഇപ്പോൾ അധികം പ്രേക്ഷകരെ ഏറ്റെടുത്ത് കഴിഞ്ഞു. നല്ലൊരു പാട്ടാണ്. പിന്നെ ക്യാമറ ഒക്കെ അടിപൊളിയുണ്ട്. അതിപ്പോൾ പൃഥ്വിരാജിൻ്റെ വീടും ആ ഒരു ലൊക്കേഷനൊക്കെ കാണിക്കുന്നതും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ അറബി നാട് കാണിക്കുന്നതും അവിടെ നടക്കുന്ന കുറച്ച് സംഭവങ്ങളെല്ലാം, ചില സീനുകളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ ടെൻഷൻ ഉണ്ടാക്കിയ കുറേ സീനുണ്ട്, നമ്മളെ വിഷമിപ്പിച്ച കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഈ റിവ്യൂവിൽ കുറേ ആൾക്കാർ പാട്ടം സൂപ്പർ പൊളിയാണെന്നൊക്കെ പറഞ്ഞതിലൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും പടം കാണാൻ പോകുന്നത് 2 മണിക്കൂർ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതൊരു ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കഥയാണ് ആടുജീവിതം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പടം വീക്ഷിക്കാൻ, അത് വേറെ വശം. പക്ഷെ എങ്കിൽ കൂടി ഇതിൻ്റെ ക്ലൈമാക്സ് അത് ഒന്നുകൂടി നന്നാക്കായിരുന്നു. അത് സത്യം പറഞ്ഞാൽ എന്തോ പോലെ തോന്നിപ്പോയി എനിക്ക് പടം കണ്ടിറങ്ങിയപ്പോൾ. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ, ഞാനത് എടുത്തു പറയണേ. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ റിവ്യൂ പറഞ്ഞ് പല ആളുകളും പല രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണത്, എടുത്തു പറയണേ, ഇതെൻ്റെ മാത്രം റിവ്യൂ ആണ്. പിന്നെ ഒരു ബ്ലെസ്സി ചിത്രമാണ്. ഒരു അവാർഡ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടി കാര്യമില്ല, അതിലെന്തെങ്കിലുമൊക്കെ വേണം. പക്ഷേ ഇതിൻ്റെ മേക്കിങ് ഭയങ്കര രസമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു ആടുജീവിതം കൊണ്ട് സോഷ്യൽ മീഡിയ എന്തായാലും ശരിക്കും നല്ലൊരു തരംഗാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അവാർഡുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്നൊരു നടനെ സംബന്ധിച്ച് ഈ ആടുജീവിതം ഇറങ്ങിയപ്പോൾ ഒരുപാട് പ്രേക്ഷകർ തന്നെ പല അഭിപ്രായങ്ങളും പറഞ്ഞു. ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അതാണ്. ഇപ്പം ആടുജീവിതം ഇറങ്ങിയപ്പോൾ പ്രേക്ഷകർ പറഞ്ഞല്ലോ അയാൾക്ക് ഇന്ന അവാർഡ് കിട്ടണം, അത്രമാത്രം അഭിനയിച്ചിട്ട് പറയുന്നുണ്ടല്ലോ. അതുതന്നെയാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് അവന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. അതിപ്പോൾ ഇനിയിപ്പോൾ ഒരു അവാർഡ് കിട്ടിയില്ലെങ്കിൽ തന്നെ കിട്ടിയത് തുല്യമാണ്. നമ്മൾ ചെയ്ത കഥാപാത്രം പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആടുജീവിതം ഞാൻ പറയാന്ന് വെച്ചാൽ ഒരു ഫാമിലിക്ക് പോയി കാണാൻ പറ്റിയൊരു പടമല്ല. പിന്നെ കാണാം,
അവരവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ അറബി നാട്ടിൽ ജോലി ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റും. കാരണം പല ആളുകളും അറബി നാടുകളിൽ പോയി കഷ്ടപ്പെടുക, അവിടെ നിന്ന് ഉണ്ടാക്കുന്ന കാശ് നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. നാട്ടിലുള്ളവർ അതൊന്നും ചിന്തിക്കുന്നില്ല, അത് എങ്ങനെയൊക്കെ ചെലവാക്കി നശിപ്പിക്കുകയാണ്. തിരിച്ച് വർഷങ്ങളുടെ കഠിനാധ്വാനം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഇവിടെ സീറോ ആണ്. പിന്നെ നാട്ടിൽ വന്ന് വീണ്ടും സീറോയിൽ തുടങ്ങുന്ന പല ആളുകളുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗൾഫിൽ കിടന്ന് പെടാപ്പാട് വിടുക, ചിലപ്പോൾ അതിൽ പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാണ്ട് അല്ലെങ്കിൽ മാസങ്ങളോളം ഭക്ഷണം കഴിക്കാണ്ട് ഇഷ്ടംപോലെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എന്നിട്ടും അവിടുന്ന് ₹1 ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. നാട്ടിലുള്ളവർ അതൊന്നും നോക്കൂല, അവർക്കറിയൂല. അവരിവിടെ കിടന്ന് ആർമാദിക്കും. കിട്ടിയ പൈസ, അതെ എൻ്റെ മോൻ ഗൾഫിൽ നിന്ന് അയച്ചു അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ ഗൾഫിൽ നിന്ന് അയച്ച കാശ എന്ന് പറഞ്ഞുള്ളൊരു പേരിലാണ്ട് കടന്നു കളിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായും പോയി കാണേണ്ട ഒരു സിനിമയാണ് ആടുജീവിതം. അതിൽ യാതൊരു സംശയമില്ല. അല്ലാതെ ഒരു ഫാമിലിക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണോ ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ടോട്ടലി ആടുജീവിതം ഇപ്പോൾ പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ കൂടുതൽ എഫേർട്ട് എടുത്തതിനുള്ള ഒരു ഇത് പറയാൻ വലിയ സംഭാവന എനിക്ക് തോന്നിയില്ല. എങ്കിൽ കൂടി പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ച് അയാൾക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേറെ നടന് കൊടുത്തു കഴിഞ്ഞാൽ അവനും ചെയ്യും. ഓരോ നടന്മാർക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ട്, ഒരു കഥാപാത്രം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ വേറെ എന്താ വെച്ചാൽ ഒരു പുതുമുഖത്തിന് വെച്ചുകൊണ്ട് ഇങ്ങനെ സംഭവം ചെയ്യൂല. പുതുമുഖങ്ങളുണ്ടാവും ഇതിനേക്കാൾ അടിപൊളിയായിട്ട് അഭിനയിക്കുന്നവർ, പക്ഷെ കൊടുക്കൂല, അവസരം കൊടുക്കൂല. അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലേ പറഞ്ഞ് തരം താഴ്ത്തിക്കൊണ്ട് അവരെ മാറ്റിയെടുത്തു. ഇഷ്ടം പോലെ ആർട്ടിസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ പൃഥ്വിരാജിനേക്കാളും അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. അവർക്ക് അവസരം കൊടുക്കൂല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ സിനിമയിൽ കടന്ന് കളിക്കുന്ന ആളുകളുടെ റിലേഷനിലെ മക്കളോ അല്ലെങ്കിൽ അമ്മാവന്റെ മക്കളോ ചെറിയച്ഛൻ്റെ മക്കളോ അവരൊക്കെ അതിൽ കയറി വരുള്ളൂ. ഒരു പുതുമുഖത്തിനെ സംബന്ധിച്ച് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഫീൽഡിൽ. അവിടെ തടയും. ഇപ്പൊ ഈ അടുത്തൊരു സിനിമയിൽ എന്തോ പ്രശ്നം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ വന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങളായത്. എന്തായാലും ഈ ആടുജീവിതം എന്ന സിനിമ പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല. ഈ സിനിമ കാണാൻ പറ്റുന്നവർ പോയിരുന്ന് കാണുക. അല്ലാണ്ട് ഇത് കാണുമ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വലിയ സംഭവമാക്കി പോയി കാണരുത്. സാധാ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ റിലേഷൻ ആരെങ്കിലും ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു സിനിമയാണ്. അല്ലാണ്ട് ഇത് വലിയൊരു സംഭവമാക്കി ആരും തിയേറ്ററിൽ പോയി കാണേണ്ട ആവശ്യമില്ല. പിന്നെ അഭിനയത്തിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ അഭിനയ സാധ്യതകൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയി കാണും. ഞാൻ ആ സിനിമ ഇന്നലെ പോയി കണ്ടു. അപ്പോൾ എൻ്റെ അഭിപ്രായം മാത്രമാണിത്. അപ്പം നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ആടുജീവിതത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തും. നിങ്ങളെവരുടെ സ്നേഹവും പ്രാർത്ഥനയും കൂടി ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇങ്ങനെ ഇവിടെ വാങ്ങുന്നു. ഗുഡ് ബൈ. സുധീഷ് തെന്നു.